അതെല്ലാം കഴിഞ്ഞ് ഇത്രയും പേര് ഇവിടെ സമ്മേളിച്ച് ഈ കലാപരിപാടി ആസ്വദിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. ഞാൻ അവിടെ ഇരുന്ന് കാര്യത്തിരി നെഞ്ചുവേദന എടുക്കുന്നുണ്ട് ഇടി കിട്ടുമ്പോൾ. എന്നാലും ഈ ചെണ്ടയടിക്കണ ചേട്ടന്മാരെ കണ്ടപ്പോൾ ഈ ദിവസങ്ങളൊക്കെ വലിയ നൊമ്പരായിരുന്നു. സക്കീർ ഹുസൈൻ മരിച്ചുപോയതിൻ്റെ. അപ്പോൾ ഞാൻ ആ സങ്കടം ഇങ്ങനെ മനസ്സിൽ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓർക്കായിരുന്നു. അതുപോലെ തന്നെ ജയചന്ദ്രൻ സാറ് മരിച്ചിട്ട് ഏതാനും മണിക്കൂറേ ആയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഈ കലാകാരന്മാർ ഒത്തിരി ആദരവും സ്നേഹവും അർഹിക്കുന്നുണ്ട്. എന്തൊരു മനോഹരമായിട്ടാണ് അവരിവിടെ ഡാൻസ് കളിച്ചുകൊണ്ടൊക്കെ പാട്ട് പാടുന്നത്. ഇത് കഴിഞ്ഞാൽ അവർക്കും വേദനകളുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ജീവിതമുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവരുടെ ദൈവം കൊടുത്തിട്ടുള്ള ഈ കഴിവുകൾ അവർ പ്രകടിപ്പിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അതൊരു നിസ്സാര കാര്യമല്ല. എല്ലാം മറന്ന് അവർ നമ്മളെ സന്തോഷിപ്പിക്കുകയാണ്. എനിക്കറിയാം ഒത്തിരി കലാകാരന്മാരെ, അവരുടെയൊക്കെ കുടുംബത്തിലും ജീവിതത്തിലും ഒത്തിരിയേറെ വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ട്. സുന്ദരമായൊരു ദിവസമാണ് ഈ കാലഘട്ടം. ഹുസൈൻ സാറിൻ്റെ മരണം, പി ജയേന്ദ്ര സാറിൻ്റെ മരണം, കലാകാരന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കണ കാലം. ഇവിടെ എല്ലാം മറന്ന് നമുക്ക് വേണ്ടി ദൈവീകമായി പാട്ടുപാടുന്ന, മാനുഷികമായി നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഈ കലാകാരന്മാരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കണം. അവർക്ക് എല്ലാ ആദരവും അർപ്പിക്കണം. അതുപോലെ തന്നെ ഈ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി ഈ തിരുനാളിനോടനുബന്ധിച്ച് ഇത്ര ഗംഭീരമായൊരു പരിപാടി അവതരിപ്പിക്കുന്നതിൽ, സംഘടിപ്പിക്കുന്നതിലുള്ള